അൺബിലീവബിൾ അല്ലേ നമ്മുടെ ഈ തേർഡ് സ്റ്റേജ് എൻഡ് ചെയ്യാൻ. വാട്ട് വണ്ടർഫുൾ പെർഫോമൻസ്. ആൻഡ് എന്തൊരു സ്റ്റൈലാണ് നമ്മൾ ഈ തേർഡ് സ്റ്റേജ് എൻഡ് ചെയ്ത് നോക്കിക്കേ. ലാസ്റ്റ് പെർഫോമൻസിലെ ഈ കോമ്പറ്റീഷനിലെ ഐ തിങ്ക് ഹയസ്റ്റ് മാർക്സ് 91 ആണ് ജോബിക്ക് ലഭിച്ചത്. അതോടുകൂടി ഒരു കാര്യം ഫോർ ഷുവർ ആണ്, ജോബി ആണ് നമ്മുടെ ഈ തേർഡ് സ്റ്റേജിലെ ടോപ്പ് സ്കോറർ. ഫസ്റ്റ് സ്റ്റേജിലെയും ടോപ്പ് സ്കോറർ ജോബി ആയിരുന്നു. ഇപ്പോൾ ഇതാ തേർഡ് സ്റ്റേജിൽ ഹീസ് ബാക്ക് വിത്ത് എ വെഞ്ചൻസ്. സോ ലെറ്റ്സ് ഹാവ് എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ഹിം വൺ മോർ. എന്തായാലും നമ്മളുടെ ഈ തേർഡ് സ്റ്റേജിലെ എല്ലാ പെർഫോമൻസസും എല്ലാ കോമ്പറ്റീഷൻ റൗണ്ട്സും നിങ്ങൾ കണ്ടു. ഇനി റിലാക്സേഷൻ ടൈം, ആ സ്വരലയം സെഗ്മെന്റ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് സിനിമയിലെ രണ്ട് വലിയ ആൾക്കാരെ കുറിച്ചാണ്. ഒരച്ഛനും മകനും, RK ശേഖർ സാറും ശ്രീ AR റഹ്മാനും. RK ശേഖർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജഗോപാല കുലശേഖരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തമിഴ്നാട്ടിൽ ജനിച്ചു. അദ്ദേഹം തുടങ്ങിയത് നാടകത്തിൽ കൂടെയായിരുന്നു. MP ശ്രീനിവാസൻ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അതിനുശേഷം ദക്ഷിണാമൂർത്തി സ്വാമി സിനിമയിൽ ആദ്യമായിട്ട് ചെയ്ത് ദക്ഷിണാമൂർത്തി സ്വാമിക്ക് പാട്ടുപാടി ഉറക്കാം ഞാൻ എന്ന സിനിമയുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ അദ്ദേഹമാണ് ചെയ്തത്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയണ്ട, ഒരു ഈ കോംബോ ഓർഗൻ എന്ന് പറഞ്ഞ സാധനം അദ്ദേഹം സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് ഉപയോഗിച്ച് ഓർക്കസ്ട്രേഷനിലെല്ലാം ഒരു പുതുമ വരുത്തി എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ വേറെ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി പറയുന്നത് വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ആരോഗ്യം നോക്കാതെ രാപ്പകലില്ലാതെ സ്റ്റുഡിയോയിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക് ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിച്ചു. അദ്ദേഹം രോഗിയായി. 42-ാം വയസ്സിൽ അദ്ദേഹം നമ്മളെല്ലാം വിട്ടു പിരിഞ്ഞു. പക്ഷേ ഒരു എന്താ പറയേണ്ട ഒരു മകനെ, ഒരു വളരെ ബ്രില്യൻറ്റ് ഒരു മ്യൂസിക്കൽ ജീനിയസിനെ തന്നിട്ടാണ് അദ്ദേഹം പോയത്. ഞാൻ RK ശേഖർ സാറിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ആദ്യം പാടാം. ആഷാഢമാസം ആത്മാവിൻ മോഹം അനുരാഗ മധുരമാമന്തരീക്ഷം വിധുരയാം രാധയെ പോലെനിക്കിന്നിട്ടും വിലപിക്കാൻ മാത്രമാണു യോഗം. ആഷാഢമാസം ആത്മാവിൻ മോഹം അനുരാഗ മധുരമാമന്തരീക്ഷം. ഇനി മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോജയിൽ തുടങ്ങി എത്രയോ സിനിമകൾ. ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ ഓർമ്മ, എനിക്ക് റഹ്മാനെ ആദ്യം കാണുന്ന ഓർമ്മ ദിലീപ് എന്നായിരുന്നു അപ്പോൾ പേര്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ അർജുന മാസ്റ്ററാണ് വളർത്തിക്കൊണ്ട് വന്നതെന്ന്. അദ്ദേഹത്തിന് ആദ്യമായിട്ട് പുറത്ത് ഒക്കെ വായിക്കാനുള്ള ഒരു ട്രെയിനിങ് കൊടുത്ത അർജുന മാസ്റ്ററായിരുന്നു. അതിനുശേഷം ഞാൻ രാജാ സാറിന് ആദ്യമായിട്ട് പാടാൻ പോകുമ്പോൾ ഒരു കൊച്ചു പയ്യനായിട്ട് അവിടെ വായിക്കുന്നുണ്ടായിരുന്നു കീബോർഡ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദിലീപ് രാജാ സാർ വിളിക്കുന്നതൊക്കെ ബാലൻസിങ്ങിൻ്റെ ഒക്കെ സമയത്ത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു കൊച്ചു പയ്യൻ അവിടെ നിന്ന് വായിക്കുന്ന കാണുന്നുണ്ട്. ആ ചെറിയ പയ്യൻ വളർന്ന് റോജ എന്നുള്ള ഫിലിം ചെയ്തു. അതൊരു വലിയൊരു ട്രെൻഡ് സെറ്റിംഗ് ഒരു ഫിലിം തന്നെയായിരുന്നു അത്. എൻ്റെ മ്യൂസിക്കൽ ഇതിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഓസ്കാറിൽ വരെ എത്തി. നമ്മുടെ എല്ലാവരുടെയും ഇന്ത്യക്ക് തന്നെ നമ്മുടെ ഒരു വലിയൊരു അഭിമാനം ആയിട്ട് തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പാടാൻ ചെല്ലുമ്പോൾ അതുവരെയുള്ള റെക്കോർഡിംഗ് സ്റ്റൈല് നമുക്ക് ആദ്യം മുമ്പൊക്കെ ഓർക്കസ്ട്രയുടെ കൂടെ ഇരുന്ന് റിഹേഴ്സൽ ചെയ്ത് ഒരുമിച്ച് തന്നെ സ്റ്റുഡിയോയിൽ ഓരോരുത്തർ ഓരോ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പാടുന്ന മാതിരിയായിരുന്നു. അതിനുശേഷം ട്രാക്ക് മിക്സിംഗ് വന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈലിന് ഓർക്കസ്ട്ര, രാജാ സാറിൻ്റെ ഒക്കെ പാടുമ്പോൾ ആദ്യം ഓർക്കസ്ട്ര റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മൾ പാട്ട് പാടുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. റഹ്മാൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം വെറുതെ ഒരു കീബോർഡിലൊരു ബാക്കിങ്ങും ഒരു റിതം പ്രോഗ്രാമും മാത്രം ചെയ്തു തന്നു. അത് വെച്ച് നമ്മളെ ആദ്യം പാടിച്ചു കഴിഞ്ഞാൽ അത് വേറെ മാതിരി ട്രൈ പണ്ണുങ്ക വേറെ നമുക്ക് ഇംപ്രവൈസ് ചെയ്ത് എന്തെല്ലാം വിധത്തിൽ എന്തൊക്കെ വേരിയേഷൻസ് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മളെ കൊണ്ട് പാടിക്കും. അതെല്ലാം അദ്ദേഹം വയ്ക്കും. എന്നിട്ട് സാധാരണ നമ്മൾ പാടിക്കഴിഞ്ഞ് വന്ന് തിരിച്ച് പാട്ട് കേൾക്കുക പതിവുണ്ടല്ലോ. ഇവിടെ അങ്ങനെ ഒരു പതിവില്ല. പാടിക്കഴിഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പോന്നു. പിന്നെ ഓഡിയോ റിലീസ് ചെയ്യുമ്പോഴാണ് ഈ പാട്ട് എങ്ങനെ അതിൻ്റെ ഓർക്കസ്ട്രേഷനിലുള്ള ബ്രില്യൻസും ഒക്കെ നമ്മൾ അറിയുന്നത് ഓഡിയോ റിലീസ് ചെയ്ത് കഴിയുമ്പോഴാണ്. പിന്നെ എന്താ പറയണ്ടേ, പിന്നെ എനിക്ക് അദ്ദേഹത്തിൽ ഞാൻ ഏറ്റവും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട് കേട്ടോ. സാധാരണ എത്രയോ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ എത്രയോ മ്യൂസീഷ്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട്.
അവർക്കൊന്നും ഒരു ക്രെഡിറ്റും പോകുന്നില്ല. അവർക്കപ്പോൾ റെക്കോർഡിങ്ങിന് വായിച്ച പേയ്മെന്റ് പോകുന്നു എന്നുള്ളതല്ലാതെ അതാര് വായിച്ചു, അവരെത്ര, അവരുടെ ബ്രില്യൻസ് എന്താണെന്നുള്ളത് അറിയാൻ നമുക്കൊരു അവസരം കിട്ടാറില്ല. പക്ഷെ AR റഹ്മാനാണ് ആദ്യമായിട്ട് ഓർക്കസ്ട്ര വായിച്ചവരുടെ പേര് CD യുടെ കവറിന്റെ പുറത്ത് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തു കൊണ്ടുവന്നത്. പിന്നെ എത്രയോ പുതിയ പുതിയ സിംഗേഴ്സിന് അവസരം കൊടുത്തു. എല്ലാവർക്കും അദ്ദേഹം, ഞാൻ പറയട്ടെ, എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള സിംഗേഴ്സ് നോർത്ത് ഇന്ത്യയിൽ തന്നെ, സാധന സർഗം എത്ര വലിയൊരു സിംഗറാണ്, എത്രയോ എന്തൊരു ടാലന്റഡ് സിംഗറാണ്. ശരിക്കും സാധനയ്ക്ക് പോലും ഒരു വലിയൊരു ബ്രേക്ക് കിട്ടിയെന്ന് പറയാൻ സൗത്തിൽ റഹ്മാനും പാടിയ ശേഷമാണ്. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് കഴിവിനെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണ്. എത്ര നമുക്ക് നല്ലൊരു കഴിവുള്ള ഒരാളിനെ അത് സമ്മതിച്ചു തരാൻ അദ്ദേഹത്തിന് ഒരു വിഷമവും ഇല്ല. എല്ലാ ടാലന്റിനെയും വളരെയധികം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. റഹ്മാന്റെ കുട്ടിക്കാലത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കഥയും കൂടെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ഭരണിക്കാവ് ശിവകുമാർ സാറ് പറഞ്ഞാണ്, RK ശേഖർ സാറുമായിട്ടൊരു ഫിലിമിന്റെ കമ്പോസിങ്ങിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 8 വയസ്സുണ്ടാവും. ഇങ്ങനെ മുറ്റത്ത് കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു എന്ന്. അപ്പൊ ഇവര് പല പല ട്യൂൺസ് ട്രൈ ചെയ്തിട്ടൊന്നും അങ്ങോട്ട് സെറ്റ് ആകാണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം ഇതിന് അകത്തേക്ക് പോയിട്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് പോയ സമയത്ത് ഈ കൊച്ചു പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന ഈ പയ്യൻ ഓടി അകത്ത് വന്ന് ഹാർമോണിയത്തിൽ എന്തോ ഇങ്ങനെ വായിച്ചു അത്രേ. അത് വായിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, അത് കേട്ടുകൊണ്ടാണ് അച്ഛൻ തിരിച്ചു വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ അത് കൊള്ളാമല്ലോ, നമുക്കതെന്നാ അത് പല്ലവിയാക്കിയിട്ട് നമുക്കൊരു ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞ് ആ പാട്ട് യൂസ് ചെയ്തിട്ട്, വെള്ളിത്തേൻ കിണ്ണം പോൽ എന്നാണ് ആ പാട്ട്, ജയേട്ടൻ പാടിയ പാട്ടാണ്. പെൺപട എന്ന ചിത്രത്തിലേക്ക് വേണ്ടി അത് യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. 8 വയസ്സുള്ളപ്പോൾ ജസ്റ്റ് ഹാർമോണിയത്തിൽ വായിച്ച ഒരു ട്യൂണ്. അദ്ദേഹത്തിന് ഞാൻ പാടിയിട്ടുള്ളതിൽ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരെണ്ണം റഹ്മാന് വേണ്ടിയിട്ട് പാടാം. മലർകളെ മലർകളെ ഇത് എന്ന കനവാ, മലകളെ മലകളെ ഇത് എന്ന നിனைவா, ഉരുകിയതേ നദുള്ളം പെരുകിയതേ വെള്ളം, വിണ്ണോടും നീതാൻ മണ്ണോടും നീതാൻ കണ്ണോടും നീതാൻ, മലർകളെ മലർകളെ ഇത് എന്ന കനവാ, മലകളെ മലകളെ ഇത് എന്ന നിனைவா.